ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് റെസിപ്പിയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ പെപ്പർ ബീഫ് ഫ്രൈ ആണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒത്തിരി വലിയ സൈസായിട്ടല്ല, ചെറിയ ചെറിയ സൈസായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലോട്ട് കൂടിയുള്ള ബീഫാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വേറെ ഓയിലൊന്നുമല്ല, വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം നമ്മളിവിടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ 2 നാരങ്ങയുടെ നീര് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പകുതി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസിന്റെ അതിന്റെ പകുതി നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അവസാനമായി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുകയാണ്. നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കുരുമുളക് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ യൂസ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ യൂസ് ചെയ്തതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ സ്പൂണൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്താൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇത് മിക്സായി കിട്ടത്തില്ല. അപ്പോൾ കൈ യൂസ് ചെയ്ത് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുകൂടെ ഒരു പ്രഷർ കുക്കർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബീഫ് നമ്മൾ നന്നായിട്ട് ഇത് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് അഡീഷണൽ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മളിതൊരു ഫ്രൈ ലെവലിലാണ് നമ്മൾ എടുക്കുന്നത്. മാത്രമല്ല നമ്മുടെ ബീഫിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ നമ്മളിത് ഏകദേശം ഒരു 5-6 വിസിൽ വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. സവാള വഴറ്റിയെടുക്കാനായിട്ട് നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്, അതോടൊപ്പം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 2 മീഡിയം സൈസ് സവാള നമ്മൾ ഇതുകൊണ്ട് കറിക്കൊക്കെ അരിയുന്നത് പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫുൾ ഇത് നാടൻ രീതിയിലായതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഏകദേശം ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കും അതൊക്കെ റെഡിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സവാള ഒത്തിരി കുക്കാവേണ്ട കാര്യമില്ല, നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. ആ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറക്റ്റ് 5-6 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഓൾമോസ്റ്റ് 90% നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും കുക്കായാൽ മതി. ഒത്തിരി ഓവറായിട്ട് കുക്കായിട്ട് നമ്മളിത് പൊടിഞ്ഞു പോകാനായിട്ട് നിൽക്കേണ്ട. ഇത് നമുക്ക് ഫ്രൈ ആക്കുമ്പോഴേക്കും ബാക്കിയും കൂടെ കറക്റ്റായിട്ട് കുക്കായിക്കോളും. നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇതുകൂട്ടൊരു പരന്നൊരു പാത്രം വെക്കാം. അതായത് ബേസ് നന്നായിട്ട് പരന്നൊരു പാത്രം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അതിലേക്ക് നമ്മൾ നന്നായി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആ ഗ്രേവിയോടെ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ തന്നെ പാത്രം വേണമെന്നല്ല പറയുന്നത്. നല്ല പരന്ന ബേസ് ഉള്ള ഒരു പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് സമയം ഒത്തിരി ലാഭിക്കാനായിട്ട് പറ്റുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഫ്രൈയിങ് പാൻ, നമ്മുടെ പരന്ന ഫ്രൈയിങ് പാൻ ഉണ്ടെങ്കിൽ അതെടുക്കുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ്. മാത്രമല്ല നമ്മുടെ ബീഫ് ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ നിറത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ മൊത്തം വറ്റിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി അത്യാവശ്യം നന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റോട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ബീഫ് ഫ്രൈ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതെല്ലാം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ്. എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബീഫ് ഫ്രൈ ചെയ്ത് തുടങ്ങിയ ആ ഒരു സ്റ്റേജ് മുതൽ നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി എരിവൊന്നും ആയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഈ ബീഫ് ഫ്രൈക്ക് വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്ന കുരുമുളക് പൊടിയാണ്. അതാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എരിവിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബീഫ് ഫ്രൈക്ക് നല്ലൊരു സ്പൈസി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് എല്ലാം കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലും എല്ലാം കിട്ടുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടെ നമുക്ക് കീറിയിടാം. ഇത് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആയതുകൊണ്ട് ഒത്തിരി എരിവൊന്നും നമുക്ക് ഇതിലേക്ക് ഇറങ്ങത്തില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് വളരെ സൂപ്പർ ടേസ്റ്റിയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.